ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മാതൃഭൂമിക്ക് നൽകിയിരിക്കുന്ന അഭിമുഖം അത് വായിക്കേണ്ടതാണ്. അതിൽ വളരെ പ്രസക്തമായ ചില കാര്യങ്ങളാണ് പറയുന്നത്. തിരുവനന്തപുരത്തിന് താൻ എങ്ങനെ പരാജയപ്പെട്ടു, അതുപോലെ തന്നെ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിയമസഭയിലേക്ക് ബി.ജെ.പിക്ക് എത്രത്തോളം ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചെല്ലാം വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു RSS പാരമ്പര്യത്തിൽ നിന്നല്ല താൻ വരുന്നത്. ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വരുമ്പോൾ ഇതൊക്കെ ഒരു കുറവായിട്ട് തോന്നില്ലേ എന്നുള്ള ചോദ്യത്തിന് പോലും അദ്ദേഹം വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട്. നമ്മൾ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യമാണ് CPM BJP അന്തർധാരയുണ്ടോ. അതിന് അദ്ദേഹം നൽകുന്ന മറുപടി വളരെ കൃത്യമാണ്. അതായത് വെള്ളവും എണ്ണയും പോലെ ഒരിക്കലും ചേരാത്ത പാർട്ടികളാണ് CPM-ഉം BJP-യും. CPM-നും BJP-യുടെയിൽ എന്ത് പൊതുഘടകമാണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. കോൺഗ്രസ് പറയുന്ന അനാവശ്യമായിട്ടുള്ള ഒരു വാദമാണ് ഈ CPM BJP അന്തർധാര എന്ന് പറയുന്നത്. അതായത് ഈ കോൺഗ്രസ്സിന് നിലനിൽപ്പില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഈ നിലം താണു പോകുന്ന ഒരവസ്ഥയിലേക്ക് ആയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു അന്തർധാര എടുത്തു പറഞ്ഞുകൊണ്ട് ആ ഏതെങ്കിലും തരത്തിലുള്ള വോട്ട് ഭിന്നിപ്പിക്കാം എന്നുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതുപോലെ കേരളത്തിൽ ഈ ന്യൂനപക്ഷ സമുദായത്തെ എങ്ങനെ BJP ചേർത്ത് നിർത്തും, അത് ഏത് തരത്തിലുള്ള കാര്യങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടായിരിക്കും അവരെ ചേർത്ത് നിർത്താൻ കഴിയുക. ഇപ്പോൾ തന്നെ ക്രൈസ്തവ വിഭാഗം 2014 ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു ബന്ധമാണ് 2024 BJP-യുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. 2014 വളരെ അടുപ്പിക്കത്തില്ലായിരുന്നു. വലിയ അയിത്തമാണ് ക്രൈസ്തവ സമുദായം BJP-യോടെ കാണിച്ചു കൊണ്ടിരുന്നത്. അത് അങ്ങനെ പറഞ്ഞു പരത്തുകയും ചെയ്തു കേരളത്തിലെ CPM എന്നുള്ളതാണ്. കാരണം CPM-ന്റെ നിലനിൽപ്പ് അപകടത്തിലാകും എന്നവർ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ BJP-യുടെ ഹിന്ദുത്വ രാഷ്ട്രീയം എടുത്തു പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ സമുദായത്തെ മുഴുവൻ അകറ്റി നിർത്തിയത്. പക്ഷേ മുനമ്പം പ്രശ്നവും വഖഫ് ഭേദഗതി ബില്ലിലൂടെയും വ്യക്തമായ ചിത്രം BJP-യെക്കുറിച്ച് 2024-25 കിട്ടുകയും ചെയ്തു. നരേന്ദ്രമോദി 3ാം വട്ടവും അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് ക്രൈസ്തവ സഭകളുമായിട്ട് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ബന്ധവും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ബന്ധവും ഒക്കെ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ്സിലുള്ളവർ പോലും പറയുന്നുണ്ട് ഇത്രത്തോളം വളരെ ചിട്ടയായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് BJP-ക്കുള്ളത്. അത് കണ്ടുപഠിക്കേണ്ടതാണ്. കോൺഗ്രസിൻ്റെ ചിദംബരം പറഞ്ഞത് നിഷേധിക്കാൻ പറ്റുമോ? വളരെ ചിട്ടയായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ്. ചിദംബരം വളരെ ഉയർന്ന പൊസിഷനിലിരുന്ന ഒരാൾ, അദ്ദേഹത്തിന് ഈ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അഴിമതി അത് അവിടെ മാറ്റി നിർത്താൻ. പക്ഷേ ഈ ചിട്ടയുടെ കാര്യത്തിലേക്ക് വരൂ. ആ ചിട്ടയുടെ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് BJP-ക്ക് എത്രത്തോളം വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കി തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടി ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ക്രൈസ്തവരുമായിട്ട് ഒരടുപ്പം ഉണ്ടാക്കി, അതുപോലെ തന്നെ 24 ഈഴവ സമുദായത്തിൽ നിന്ന് കൂടുതൽ വോട്ട് സമാഹരിച്ചു. നായർ സമുദായത്തിലും അതായത് ഹൈന്ദവ വിഭാഗങ്ങളിലെ വോട്ട് കൂടുതലായിട്ട് സമാഹരിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നോട്ടമിടുന്നത് മുസ്ലിം സമുദായവുമായി അടുപ്പത്തിന് ശ്രമിക്കും എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ കാര്യത്തിനകത്ത് പിണറായി വിജയനും സംഘവും മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് BJP-യിൽ നിന്ന് അകറ്റാനുള്ള ഒരു വലിയ ശ്രമം നടത്തി. അതിനൊക്കെ തന്നെ വലിയ ഒരു തിരിച്ചടി കൊടുത്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൻ്റെ കളത്തിലിറങ്ങി കളിക്കാൻ പോകുന്നത്. മുസ്ലിം സമുദായവുമായി അടുപ്പത്തിന് ശ്രമിക്കുന്നു. എന്തായാലും മുസ്ലിം ലീഗ് ഒരു 15 അല്ലെങ്കിൽ 20 സീറ്റിൽ മത്സരിച്ചു കഴിഞ്ഞാൽ അത്രയും സീറ്റ് ഉറപ്പാണ് അത് വിജയിക്കും എന്നുള്ളത്. തീർച്ചയായിട്ടും മുസ്ലിം സമുദായവുമായിട്ടുള്ള ഒരു അടുപ്പം എന്ന് പറയുന്നത് BJP-യുടെ ഒരു വലിയ മുന്നേറ്റമായിരിക്കും കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്.
ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മാതൃഭൂമിക്ക് നൽകിയിരിക്കുന്ന അഭിമുഖം അത് വായിക്കേണ്ടതാണ്. അതിൽ വളരെ പ്രസക്തമായ ചില കാര്യങ്ങളാണ് പറയുന്നത്. തിരുവനന്തപുരത്തിന് താൻ എങ്ങനെ പരാജയപ്പെട്ടു, അതുപോലെ തന്നെ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിയമസഭയിലേക്ക് ബി.ജെ.പിക്ക് എത്രത്തോളം ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചെല്ലാം വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു RSS പാരമ്പര്യത്തിൽ നിന്നല്ല താൻ വരുന്നത്. ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വരുമ്പോൾ ഇതൊക്കെ ഒരു കുറവായിട്ട് തോന്നില്ലേ എന്നുള്ള ചോദ്യത്തിന് പോലും അദ്ദേഹം വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട്. നമ്മൾ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യമാണ് CPM BJP അന്തർധാരയുണ്ടോ. അതിന് അദ്ദേഹം നൽകുന്ന മറുപടി വളരെ കൃത്യമാണ്. അതായത് വെള്ളവും എണ്ണയും പോലെ ഒരിക്കലും ചേരാത്ത പാർട്ടികളാണ് CPM-ഉം BJP-യും. CPM-നും BJP-യുടെയിൽ എന്ത് പൊതുഘടകമാണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. കോൺഗ്രസ് പറയുന്ന അനാവശ്യമായിട്ടുള്ള ഒരു വാദമാണ് ഈ CPM BJP അന്തർധാര എന്ന് പറയുന്നത്. അതായത് ഈ കോൺഗ്രസ്സിന് നിലനിൽപ്പില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഈ നിലം താണുപോകുന്ന ഒരവസ്ഥയിലേക്ക് ആയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു അന്തർധാര എടുത്തു പറഞ്ഞുകൊണ്ട് ആ ഏതെങ്കിലും തരത്തിലുള്ള വോട്ട് ഭിന്നിപ്പിക്കാം എന്നുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതുപോലെ കേരളത്തിൽ ഈ ന്യൂനപക്ഷ സമുദായത്തെ എങ്ങനെ BJP ചേർത്ത് നിർത്തും, അത് ഏത് തരത്തിലുള്ള കാര്യങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടായിരിക്കും അവരെ ചേർത്ത് നിർത്താൻ കഴിയുക. ഇപ്പോൾ തന്നെ ക്രൈസ്തവ വിഭാഗം 2014 ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു ബന്ധമാണ് 2024 BJP-യുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. 2014 വളരെ അടുപ്പിക്കത്തില്ലായിരുന്നു. വലിയ അയിത്തമാണ് ക്രൈസ്തവ സമുദായം BJP-യോടെ കാണിച്ചു കൊണ്ടിരുന്നത്. അത് അങ്ങനെ പറഞ്ഞു പരത്തുകയും ചെയ്തു കേരളത്തിലെ CPM എന്നുള്ളതാണ്. കാരണം CPM-ന്റെ നിലനിൽപ്പ് അപകടത്തിലാകും എന്നവർ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ BJP-യുടെ ഹിന്ദുത്വ രാഷ്ട്രീയം എടുത്തു പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ സമുദായത്തെ മുഴുവൻ അകറ്റി നിർത്തിയത്. പക്ഷേ മുനമ്പം പ്രശ്നവും വഖഫ് ഭേദഗതി ബില്ലിലൂടെയും വ്യക്തമായ ചിത്രം BJP-യെക്കുറിച്ച് 2024-25 കിട്ടുകയും ചെയ്തു. നരേന്ദ്രമോദി 3ാം വട്ടവും അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് ക്രൈസ്തവ സഭകളുമായിട്ട് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ബന്ധവും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ബന്ധവും ഒക്കെ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ്സിലുള്ളവർ പോലും പറയുന്നുണ്ട് ഇത്രത്തോളം വളരെ ചിട്ടയായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് BJP-ക്കുള്ളത്. അത് കണ്ടുപഠിക്കേണ്ടതാണ്. കോൺഗ്രസിൻ്റെ ചിദംബരം പറഞ്ഞത് നിഷേധിക്കാൻ പറ്റുമോ? വളരെ ചിട്ടയായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ്. ചിദംബരം വളരെ ഉയർന്ന പൊസിഷനിലിരുന്ന ഒരാൾ, അദ്ദേഹത്തിന് ഈ അതിൻ്റേതായ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അഴിമതി അത് അവിടെ മാറ്റി നിർത്താൻ. പക്ഷേ ഈ ചിട്ടയുടെ കാര്യത്തിലേക്ക് വരൂ. ആ ചിട്ടയുടെ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് BJP-ക്ക് എത്രത്തോളം വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കി തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടി ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ക്രൈസ്തവരുമായിട്ട് ഒരടുപ്പം ഉണ്ടാക്കി, അതുപോലെ തന്നെ 24 ഈഴവ സമുദായത്തിൽ നിന്ന് കൂടുതൽ വോട്ട് സമാഹരിച്ചു. നായർ സമുദായത്തിലും അതായത് ഹൈന്ദവ വിഭാഗങ്ങളിലെ വോട്ട് കൂടുതലായിട്ട് സമാഹരിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നോട്ടമിടുന്നത് മുസ്ലിം സമുദായവുമായി അടുപ്പത്തിന് ശ്രമിക്കും എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ കാര്യത്തിനകത്ത് പിണറായി വിജയനും സംഘവും മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് BJP-യിൽ നിന്ന് അകറ്റാനുള്ള ഒരു വലിയ ശ്രമം നടത്തി. അതിനൊക്കെ തന്നെ വലിയ ഒരു തിരിച്ചടി കൊടുത്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൻ്റെ കളത്തിലിറങ്ങി കളിക്കാൻ പോകുന്നത്. മുസ്ലിം സമുദായവുമായി അടുപ്പത്തിന് ശ്രമിക്കുന്നു. എന്തായാലും മുസ്ലിം ലീഗ് ഒരു 15 അല്ലെങ്കിൽ 20 സീറ്റിൽ മത്സരിച്ചു കഴിഞ്ഞാൽ അത്രയും സീറ്റ് ഉറപ്പാണ് അത് വിജയിക്കും എന്നുള്ളത്. തീർച്ചയായിട്ടും മുസ്ലിം സമുദായവുമായിട്ടുള്ള ഒരു അടുപ്പം എന്ന് പറയുന്നത് BJP-യുടെ ഒരു വലിയ മുന്നേറ്റമായിരിക്കും കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്.